ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ്. മലയാള മാസമായ വൃശ്ചികത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ കേരളത്തിൽ ആഘോഷിക്കുന്ന ദീപങ്ങളുടെ ഉത്സവമാണ് തൃക്കാർത്തിക അഥവാ തൃക്കാർത്തിക. സാധാരണയായി മാസത്തിലെ പൗർണമി നാളിലാണ് ഇത് വരുന്നത്. എല്ലാ വീടുകളിലും തെരുവുകളിലും ക്ഷേത്രങ്ങളിലും പരമ്പരാഗത എണ്ണ വിളക്കുകൾ കൊണ്ട് നന്നായി പ്രകാശിക്കും. തെക്കൻ കേരളത്തിലാണ് പ്രധാനമായും ഉത്സവം നടക്കുന്നത്. സുബ്രഹ്മണ്യ ഭഗവാന്റെ ജന്മദിനമാണ്. സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ അന്നേ ദിവസം പ്രത്യേക വഴിപാടുകളും ആഘോഷങ്ങളും നടക്കും. കേരളത്തിൽ ഭഗവതി എന്നറിയപ്പെടുന്ന ശക്തിക്ക് സമർപ്പിക്കപ്പെട്ടതാണെന്ന് ഈ ദിവസത്തിനെ പറ്റി കേരളത്തിൽ പറയപ്പെടുന്നു. ഒരു പുരാതന പ്രകൃതി ആരാധനയാണിത്. പണ്ട് ആളുകൾ വിളക്ക് കത്തിക്കാൻ മരോട്ടിക്കായുടെ തോട് ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ മരോട്ടിക്ക ഷെല്ലിന് പകരം കളിമൺ ദിയ, അതായത് ഇടിഞ്ഞിൽ അല്ലെങ്കിൽ ചിരാത് എന്നറിയപ്പെടുന്നു, ഇവയാണ് ഉപയോഗിക്കുന്നത്. തൃക്കാർത്തിക നാളിൽ സൂര്യാസ്തമനത്തിന് ശേഷം ചെറിയ മൺപാത്രങ്ങൾ, അതായത് ചിരാതിൽ നിരവധി വിളക്കുകൾ ക്ഷേത്രങ്ങളിലും വീടുകളിലും തെളിയിക്കുന്നു. നിരവധി ചെറിയ ചിരാതുകളിൽ നിന്നുള്ള വിളക്കുകളുടെ കാഴ്ച ശരിക്കും ആകർഷകമാണ്. തെക്കൻ കേരളത്തിൽ ഈ ദിവസം തെങ്ങിൻ ഇലകൾ കൊണ്ടുണ്ടാക്കിയ പന്തങ്ങൾ കത്തിച്ച് നെൽപ്പാടങ്ങളിൽ നടും. മഹാലക്ഷ്മിയുമായി ബന്ധപ്പെട്ട ആഘോഷം കൂടിയാണിത്. തൃക്കാർത്തിക വിളക്കുകൾ അലങ്കരിക്കാൻ വാഴയുടെ തണ്ടുകളും തെങ്ങിൻ്റെ ഇളം ഇലകളും ഉപയോഗിക്കുന്നു. തെങ്ങിൻ ഇലകൾ താങ്ങി നിർത്തിയ വാഴത്തണ്ടിലാണ് വിളക്കുകൾ സ്ഥാപിക്കുന്നത്. പൗർണമി രാവും തൃക്കാർത്തിക വിളക്കുകളും പരസ്പരം പൂരകമായി കാഴ്ചക്കാർക്ക് വിസ്മയം പകരുന്നു. തൃക്കാർത്തിക നാളിൽ ജപിക്കേണ്ട മന്ത്രമാണ് അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അതുകൂടാതെ ജപിക്കേണ്ടത് യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. തൃക്കാർത്തിക ദിവസം സന്ധ്യാസമയത്ത് 108 തവണ ജപിക്കേണ്ട മന്ത്രമാണ് ഓം കാർത്യായനീ ദേവീം കാർത്യായനീ നമോസ്തുതേ. ഏവർക്കും തൃക്കാർത്തിക ദിന ആശംസകൾ. ദേവിയുടെ അനുഗ്രഹം എപ്പോഴും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, സീ യു.